أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم പരമകാരുണ്യകനും കരുണാമയനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. ثم أنتم هؤلاء تقتلون أنفسكم وتخرجون فريقا منكم من ديارهم تظاهرون عليهم بالإثم والعدوان وإن يأتوكم أسارى تفادوهم وهو محرم عليكم إخراجهم أفتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون. പിന്നെ നിങ്ങളിതാ പരസ്പരം കൊല നടത്തുകയും നിങ്ങളിൽ ഒരു കൂട്ടർക്കെതിരായി പാപമായും അക്രമമായും അന്യോന്യം സഹകരിച്ചുകൊണ്ട് അവരെ അവരുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്താക്കുകയും ചെയ്യുന്നു. അവർ തടവുകാരായി നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾ അവരെ മോചനമൂല്യം വാങ്ങി വിട്ടയക്കുകയും ചെയ്യുന്നു. എന്നാൽ അവരെ ബഹിഷ്കരിക്കുന്നത് നിങ്ങൾക്ക് വിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഗ്രന്ഥത്തിൽ നിന്നു ചില ഭാഗം വിശ്വസിക്കുകയും ചിലത് അവിശ്വസിക്കുകയുമാണോ ചെയ്യുന്നത്? എന്നാൽ നിങ്ങളിൽ ആരത് ചെയ്യുന്നുവോ അവർക്ക് ഐഹിക ജീവിതത്തിൽ അപമാനമല്ലാതെ മറ്റെന്താണ് പ്രതിഫലം? പുനരുദ്ധാന നാളിലാകട്ടെ അവർ അതികഠിനമായ ശിക്ഷയിലേക്ക് തള്ളപ്പെടുന്നതുമാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു ഒരിക്കലും അശ്രദ്ധനല്ല. أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم العذاب ولا هم ينصرون. പരലോകത്തിനു പകരം ഐഹിക ജീവിതത്തെ ക്രയം ചെയ്തിട്ടുള്ളവരാണവർ. തന്നിമിത്തം അവർക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെടുന്നതല്ല, അവർ സഹായിക്കപ്പെടുന്നതുമല്ല. ولقد آتينا موسى الكتاب وقفينا من بعده بالرسل وآتينا عيسى ابن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم ففريقا كذبتم وفريقا تقتلون. തീർച്ചയായും മൂസാക്ക് നാം ഗ്രന്ഥം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തെ പിന്തുടർന്ന് പ്രവാചകന്മാരെ നാം അയക്കുകയും ചെയ്തു. മറിയമിന്റെ മകൻ ഈസയ്ക്ക് നാം സ്പഷ്ടമായ തെളിവുകൾ നൽകുകയും പരിശുദ്ധാത്മാവിനെ കൊണ്ട് അദ്ദേഹത്തെ ബലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ എല്ലാവരെയും നിങ്ങൾ എതിർത്തു. അപ്പോൾ നിങ്ങളുടെ മനസ്സുകൾ ഇഷ്ടപ്പെടാത്ത സന്ദേശവുമായി നിങ്ങളുടെ അടുക്കൽ ഓരോ ദൂതൻ വരുമ്പോഴും നിങ്ങൾ ഗർവ് കാണിക്കുകയും അങ്ങനെ അവരിൽ ചിലരെ നിങ്ങൾ നിഷേധിച്ചു തള്ളുകയും മറ്റു ചിലരെ നിങ്ങൾ കൊലപ്പെടുത്തുകയുമാണോ ചെയ്യുന്നത്? وقالوا قلوبنا غلف بل لعنهم الله بكفرهم فقليلا ما يؤمنون. ഞങ്ങളുടെ ഹൃദയങ്ങൾ മൂടപ്പെട്ടിരിക്കുകയാണെന്ന് അവർ പറയുന്നു. അല്ല, അവരുടെ നിഷേധം മൂലം അല്ലാഹു അവരെ ശപിച്ചിരിക്കുകയാണ്. അതിനാൽ അല്പം മാത്രമേ അവർ വിശ്വസിക്കുന്നുള്ളൂ. ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين.
അവരുടെ അടുക്കലുള്ള ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ സത്യമാണെന്ന് സ്ഥാപിക്കുന്ന ഒരു ഗ്രന്ഥം അള്ളാഹുവിൽ നിന്ന് അവർക്ക് വന്നു കിട്ടിയപ്പോൾ അതിനു മുമ്പ് അവിശ്വാസികൾക്കെതിരെ വിജയസിദ്ധിക്കായി അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവർ അറിഞ്ഞിരുന്ന ഒരു സത്യം ഖുർആൻ അവർക്ക് വന്നു കിട്ടിയപ്പോൾ അവരതിനെ നിരാകരിക്കുകയാണുണ്ടായത്. അതിനാൽ ആ നിഷേധികൾക്ക് അള്ളാഹുവിൻ്റെ ശാപം. بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده فباءوا بغضب على غضب وَلِلْكَافِرِينَ عَذَابٌ مُهِينٌ. അവരുടെ ആത്മാക്കളെ വിറ്റുകൊണ്ട് പകരമായി കിട്ടിയത് വളരെ മോശപ്പെട്ട കാര്യമാണ്. അതായത് അള്ളാഹു തൻ്റെ ദാസന്മാരിൽ അവനിച്ഛിക്കുന്നവർക്ക് തൻ്റെ അനുഗ്രഹം ഇറക്കുന്നതിലുള്ള വിദ്വേഷം നിമിത്തം അവൻ അവതരിപ്പിച്ചതിനെ നിഷേധിക്കുന്നു. അതിനാൽ അവർ മേൽക്കുമേൽ കോപത്തിന് പാത്രമായിരിക്കുന്നു. നിഷേധികൾക്ക് അപമാനകരമായ ശിക്ഷയുണ്ട്.